ആദർശം നോക്കിയിട്ട് വോട്ട് ചെയ്യണം. വളരെ ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു കാരണവശാലും നരേന്ദ്രമോദിക്ക് ഭരിക്കാൻ പാടില്ല. ഭരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ നേതാക്കന്മാരെന്ന് പറഞ്ഞ ഈ ഒരു ഇലക്ഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇന്ത്യയുടെ ഭരണഘടനയുടെ നിലനിൽപ്പിന്, ഇന്ത്യ രാജ്യത്തിന്റെ സ്വന്തമായ നിലനിൽപ്പിന് നമ്മളെ വോട്ട് എന്തുകൊണ്ടും UPAക്ക് തന്നെ ചെയ്യാം. കേന്ദ്രത്തിൽ ഉറപ്പായിട്ട് BJP സെക്കൻഡ് ടൈം ഭരിക്കുന്നതാണ്. BJP എന്നല്ല NDA ഭരിക്കുന്നതാണ്. ആരായിരിക്കും പ്രധാനമന്ത്രി? അത് ഓഫ്കോഴ്സ് നരേന്ദ്രമോദി. മിക്കവാറും ശശി തരൂർ തന്നെ ആയിരിക്കാനാണ് സാധ്യത. പിന്നെ ഇത്തവണ BJP കുമ്മനം പുള്ളിക്ക് ഒരു സാധ്യത ഉണ്ടോ എന്ന് ഡൗട്ടുണ്ട്. മോദി വൈ? തരത്തിൽ വരാൻ പോകുന്നു. തീർച്ചയായും NDA ഗവൺമെന്റ് ആണ് അധികാരത്തിൽ. ആരായിരിക്കും പ്രധാനമന്ത്രി? നരേന്ദ്രമോദി. Modi is going to win, but what happened? We don't have a second option in Congress party. Okay. So you like Congress party to win? I am not follower of any party. Okay. Still, we don't have any opposition over there, so Modi will win. Okay. ഇവിടുത്തെ ഇലക്ഷനില് കോൺഗ്രസ് നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായിട്ട് അധികാരത്തിൽ എത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. Definitely Modi. എന്നാൽ കേന്ദ്രത്തില് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് NDA വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ മോദി പ്രധാനമന്ത്രി ആവുന്നതോട് വ്യക്തിപരമായിട്ട് എനിക്ക് താല്പര്യമില്ല. Definitely Modi. You like Modi? No, I don't like any party. Okay. But Modi is doing good for India. Okay. കേന്ദ്രം ഇത്തവണയും മോദി സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിലേറുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. തീരെ താല്പര്യമില്ലെങ്കിലും അങ്ങനെ സംഭവിക്കാനാണ് കൂടുതൽ സാധ്യത കാണുന്നത്. NDA. എന്തുകൊണ്ട്? മോഡിയുടെ ഭരണ നേട്ടങ്ങളും പിന്നെ കോൺഗ്രസിന് ശക്തമായ ഒരു നേതാവുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഭാരതത്തെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഒരു മുൻതൂക്കമുള്ളത് NDAക്ക് തന്നെയാണ്. മിക്കവാറും NDA തന്നെ വീണ്ടും മോഡി ഭരണം തന്നെയായിരിക്കും വീണ്ടും വരിക എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഒരു ട്രെൻഡ് കാണിക്കുന്നത്. നമ്മുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം മറിച്ചാണെന്നുണ്ടെങ്കിലും സത്യത്തെ നമുക്ക് അവഗണിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് അഭിപ്രായം.